ഇപ്പോൾ എങ്ങനെയായാലും ഇവിടെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ പേരും അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നുള്ള രീതിയിൽ ബ്രദർ അശ്വിൻ. യെസ്, അശ്വിനാണ് ഇതിൻ്റെ ഫൗണ്ടർ അല്ലേ? യെസ്, അശ്വിനാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ അശ്വിനാണ് ഈ ഒരു പേരിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതും കാര്യങ്ങൾ ചെയ്തതും. അപ്പോൾ അത് ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. എക്സാക്ട്ലി. ആൾക്കാർ പക്ഷേ അതിനെ ഇഡ്ഡലി കഫേ എന്ന് വായിച്ചു, കാരണം ഇവിടെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതൊരു ഇഡ്ഡലി കഫേ ആണ്. ബട്ട് വെറൈറ്റി ഓഫ് ഇഡ്ഡലീസ് അല്ലേ? അപ്പോൾ വി ആർ ലവിങ് ദാറ്റ് ബിക്കോസ് ആൾക്കാരത് അങ്ങനെയാണ് അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ആദ്യം ഞങ്ങൾ കുറേ തിരുത്താൻ നോക്കി, പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ആൾക്കാർ അങ്ങനെയാണ് അത് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയാണ് അത് അറിയണത്. അതെ, ആ രീതിയിലാണ് അത് വൈറലായി അല്ലേ? അതുകൊണ്ട് നമ്മളത് മലയാളത്തിൽ എഴുതിച്ചു ബോർഡ്. ഓ, അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഐ ഡൽഹി കഫേ എന്ന് കറക്റ്റ് ആയിട്ട് വായിക്കും. ഇപ്പോഴാണ് അത് റീസെന്റ് ആൾക്കാരിലേക്ക് ഐ ഡൽഹി കഫേ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പലരും ശരിക്കും, ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് അത് തന്നെയാണ് ഇഡലി കഫേ. കാര്യം ഇവിടെ ഈ പൊടി ഇഡലി അങ്ങനെയുള്ള പല തരത്തിലുള്ള ഇഡലീസ് അവൈലബിൾ ആണ്. സോ നമ്മൾ അത് തന്നെയാണ് അതിന്റെ ഒരു വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ അത് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു ആദ്യം. അങ്ങനെയല്ല, വെറൈറ്റീസ് ഓഫ് ദോശയുണ്ട്, ഉപ്മാവുണ്ട്, പുട്ട്, അതേപോലെ കേസരി, സ്നാക്സുകളുണ്ട്, ഓട്ടട, ഗോതമ്പിൻ്റെ അട. അതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും അപ്രണ്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സ്നാക്ക്. ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓട്ടട അല്ലേ? ഓട്ടട. ഓ, അത് ശരി. ഒരു ട്രഡീഷണൽ സാധനം, പണ്ടത്തെ ചുട്ടെടുക്കുന്നത്. അത് കൊണ്ടുവന്നു. കുറേ നമുക്ക് ഈവനിങ്ങിൽ കുറേ കൂടി മെനു ഉണ്ട്.